ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ബട്ടർ ഗാർലിക് സാൽമൺ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സാൽമൺ പീസസിലോട്ട് ഉപ്പും കുരുമുളകും കുറച്ച് ലെമൺ ജ്യൂസും കൂടി ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വെക്കുക. അധികം നേരം മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഫിഷ്. പിന്നെ നമ്മളൊരു പാൻ ചൂടാക്കി ഞാനിപ്പോൾ ഇതിലോട്ട് ബട്ടറാണ് ചേർത്തേക്കുന്നത്. ബട്ടറിലാണ് ഞാൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിലിൽ ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് സ്റ്റേജിൽ ബട്ടർ ചേർത്തൊരു സോസ് പോലെ ആക്കിയിട്ട് നമുക്ക് അങ്ങനെ കഴിക്കാം. ഇതിപ്പോൾ കംപ്ലീറ്റ് ബട്ടറിൽ ചെയ്യുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ ബട്ടർ ഒന്ന് ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ സാൽമൺ പീസസ് അതിലോട്ട് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒരു കളർ ചേഞ്ച് ആകുമ്പോൾ മറിച്ചിടണം. അധികം ഫ്രൈ ആക്കാൻ നിൽക്കരുത്. മറ്റുള്ള ഫിഷുകൾ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യണ പോലെ നല്ല ഷാർപ്പ് ബ്രൗൺ കളറാകാനായിട്ട് നിൽക്കരുത്. ജസ്റ്റ് കളർ ചേഞ്ച് ആകുമ്പോൾ, അതായത് ഫിഷിൻ്റെ സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടണം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇപ്പോൾ രണ്ടാമത്തെ സൈഡും ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഗാർലിക്ക് ചതച്ചതോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തതോ ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളത് പാനിലോട്ട് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മളിത് സെർവിങ് പ്ലേറ്റിൽ സെർവ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ബട്ടർ സോസ് ഉണ്ടല്ലോ, അതായത് ബട്ടറും ഗാർലിക്കും ഒക്കെ കൂടിയുള്ള ഈ ഒരു സോസ് കൂടി നമ്മൾ ആ ഫിഷിൻ്റെ മേലെ കൂടെ ഒഴിക്കണം. എന്നിട്ട് ആ സോസിൽ മുക്കിയിട്ട് വേണം, ബട്ടർ സോസിൽ മുക്കിയിട്ട് വേണം നമ്മൾ ഈ ഫിഷ് പീസസ് കഴിക്കാനായിട്ട്. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നമ്മൾ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് സാൽമൺ ഇത്തിരി വില കൂടിയാലും നമ്മൾ വാങ്ങിച്ച് കഴിച്ചിരിക്കും. അപ്പോൾ അടിപൊളി റെസിപ്പിയാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിൽ നമുക്ക് ബട്ടർ ലാസ്റ്റ് സ്റ്റേജിൽ ചേർത്താലും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത്തിരി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ബട്ടർ കുറച്ച് ലാസ്റ്റ് സ്റ്റേജിൽ, ബട്ടർ എന്തായാലും ഒഴിവാക്കരുത്, കുറച്ചെങ്കിലും ഒന്ന് ചേർത്തോളൂ. കണ്ടോ, ഇത് ഇത്രയും സോഫ്റ്റ് ആയിരിക്കും ഈ ഫിഷ്. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം.